കോഴിക്കോട് താമരശ്ശേരിയിൽ ഭാര്യയെയും മകളെയും ക്രൂരമായി മർദ്ദിച്ചയാൾ പിടിയിൽ. അറസ്റ്റിലായത് താമരശ്ശേരി അമ്പായത്തോട് സ്വദേശി നൌഷാദ്. ക്രൂരമർദ്ദനത്തിന് ഇരയായത് അമ്പായത്തോട് സ്വദേശി നസ്ജയും മകളും. ക്രൂര ആക്രമണം തടയാൻ ശ്രമിക്കുന്നതിനിടെ മകൾക്കും ഭർത്തൃമാതാവിനും പരിക്ക്. വീട് വിട്ടോടിയ നസ്ജയെ മകളെയും ആശുപത്രിയിൽ എത്തിച്ചത് നാട്ടുകാർ. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നടപടിക്രമങ്ങളുണ്ട്. അറസ്റ്റ് പേപ്പർ കാണിക്കാം. മനുഷ്യരെ ക്ഷണിക്കുന്നതിനും സഹിക്കുന്നതിനും പരിധികളുണ്ട്. മനസ്സിലായല്ലോ? കത്തിക്കും. രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും. മനസ്സിലായോ? കാട്ടാന ഷോക്കേറ്റ് സംഭവത്തിലെ വനം വകുപ്പിന്റെ കസ്റ്റഡിയിലെടുത്തയാളെ ബലമായി മോചിപ്പിച്ച് KU ജനീഷ് MLA. രണ്ടാമതും നക്സലുകൾ വരുമെന്ന് ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കുമെന്നും MLA. ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുന്നതിന്റെ ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്. യുവ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ച സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടി കേരള ബാർ കൗൺസിൽ. തിരുവനന്തപുരം ബാർ അസോസിയേഷൻ റിപ്പോർട്ട് നൽകണം. അഭിഭാഷകനെതിരായ അച്ചടക്ക നടപടി ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം ചേർന്ന് ബാർ കൗൺസിൽ. ഗൗരവമായിട്ടുള്ള അച്ചടക്ക ലംഘനത്തിന് ബാർ കൗൺസിൽ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി P രാജീവ്. സ്ത്രീ അഭിഭാഷകയായ ഇന്റേണൽ കമ്മിറ്റി വേണമോ എന്നത് പരിശോധിക്കണമെന്നും മന്ത്രി. പഞ്ചീർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ. ഗർഭിണിയായ സമയത്തും സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചെന്ന അഭിഭാഷക ഷാമിലി. കേസ് അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി. പ്രതിയെ ഉടൻ പിടികൂടുമെന്നാണ് പ്രതീക്ഷയെന്നും അഭിഭാഷക. കോളറ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അവലോകന യോഗം ചേർന്ന് തലവടി പഞ്ചായത്ത്. രോഗം പടർന്നത് തലവടിയിൽ നിന്ന് തന്നെയെന്ന് സ്ഥിരീകരിക്കാനാവില്ലെന്ന് അധികൃതർ. വാർഡ് തലത്തിൽ അടിയന്തരമായി ബോധവൽക്കരണ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ യോഗത്തിൽ തീരുമാനം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും യോഗത്തിൽ വിലയിരുത്തൽ. വ്യക്തിയുടെ ഒരു പ്രത്യേക ജീവിത രീതി അനുസരിച്ച് നമ്മുടെ പഞ്ചായത്തിലാണ് ഇതെന്ന് നമുക്ക് സ്ഥിരീകരിക്കാനും സാധ്യമല്ല. എങ്കിൽ കൂടിയും നമ്മൾ അതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന്റെ പിടിയിലായിരുന്ന BSF ജവാനെ മോചിപ്പിച്ചു. ജവാനെ പാക് റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്തത് പഞ്ചാബ് അതിർത്തിയിൽ വെച്ച് ഏപ്രിൽ 23-ന്. ബംഗാൾ സ്വദേശിയായ പൂർണം കുമാർ ഷാ അട്ടാരി അതിർത്തി വഴി ഇന്ത്യയിലെത്തി. ഇന്ത്യയുടെ കയ്യിലുണ്ടായിരുന്ന പാക് റേഞ്ചറെയും കൈമാറി. സംയുക്ത സൈനിക മേധാവിയും 3 സേനാ മേധാവിമാരും രാഷ്ട്രപതിയെ കണ്ടു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് രാഷ്ട്രപതിയോട് വിശദീകരിച്ച സൈനിക മേധാവിമാർ സേനയുടെ ധൈര്യത്തെയും സമർപ്പണത്തെയും അഭിനന്ദിക്കുന്നതായി രാഷ്ട്രപതി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സുരക്ഷാ സമിതി യോഗവും ആദ്യ കേന്ദ്രമന്ത്രിസഭാ യോഗവും പൂർത്തിയായി. അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേരുമാറ്റാനുള്ള ചൈനയുടെ ശ്രമങ്ങളെ അപലപിച്ച് ഇന്ത്യ. കുതന്ത്രങ്ങൾ കൊണ്ട് യാഥാർത്ഥ്യം മാറ്റാനാവില്ലെന്ന വിദേശകാര്യ മന്ത്രാലയം. ചൈനീസ് മാധ്യമം ഗ്ലോബൽ ടൈംസിനും സിൻഹുവ ന്യൂസ് ഏജൻസിക്കും പൂട്ടിട്ട് ഇന്ത്യ. നടപടി ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിനാൽ. തുർക്കി മാധ്യമമായ TRTയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്കും വിലക്ക്. भूषण रामकृष्ण गवई जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूँ, वह पक्षपात अनुराग देश के बिना पालन करूँगा तथा मैं संविधान और विधियों की मर्यादा बनाए रखूँगा।